മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിൽ വെച്ച് ജീവനൊടുക്കിയ കമാൻഡോ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം സ്വദേശമായ വയനാട്ടിലേക്ക് കൊണ്ടുപോകും. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, നമുക്കറിയാം ഈ ഒരു വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ജനം TV-യാണ്. മാത്രവുമല്ല, അദ്ദേഹത്തെ വളരെയധികം സമ്മർദ്ദത്തിലാക്കിയിരുന്നതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിലൂടെ തന്നെ വ്യക്തമാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ അവധി ചോദിച്ചെങ്കിലും ഒരു ദിവസം പോലും അവധി അനുവദിച്ചിരുന്നില്ല. മാത്രവുമല്ല, ക്രൂര പീഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ കമാൻഡോ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെന്നറിയാൻ സാധിക്കുന്നുണ്ട്. മൃതദേഹം സ്വദേശമായ വയനാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നറിയുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു വിനീതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. ഏകദേശം 3 മണിക്കൂറോളം എടുത്താണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പൂർത്തിയാക്കിയത്. നേരത്തെ അരീക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ. ഏകദേശം ഉച്ചയോടുകൂടി ആ നടപടികളെല്ലാം പോലീസ് പൂർത്തീകരിച്ച ശേഷമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം മുൻപ് പൂർത്തിയായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വദേശമായ വയനാട് കൽപ്പറ്റയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് സ്വയം വെടിവെച്ച് വിനീത് ആത്മഹത്യ ചെയ്തത്. മഞ്ചേരി അരീക്കോടുള്ള SOG ക്യാമ്പിൽ വെച്ചാണ് സ്വയം വെടിവെച്ച് വിനീത് ആത്മഹത്യ ചെയ്തത്. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് വിനീത് ആത്മഹത്യ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകളെല്ലാം തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. വിനീത് ആത്മഹത്യ കുറിപ്പ് ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ ആത്മഹത്യാ കുറിപ്പ് ഒരു സുഹൃത്തിന് അയച്ചതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നൽകിയ മെമ്മോ, ഓഫീസ് അധികാരികൾ നൽകിയ മെമ്മോക്കുള്ള മറുപടിയും എല്ലാം തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്നത് വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ് ഈ ക്യാമ്പിനുള്ളിൽ വെച്ച് വിനീത് അനുഭവിച്ചിരുന്നത്. വിനീതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരും ഇത്തരത്തിലുള്ള വലിയ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം ഒരു റിഫ്രഷർ കോഴ്സിൽ ക്യാമ്പിൽ വെച്ച് പങ്കെടുത്തിരുന്നു. ആ കോഴ്സിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഓട്ടത്തിലായിരുന്നു പരാജയപ്പെട്ടത്. അതിന്റെ പേരിൽ അദ്ദേഹം വീണ്ടും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ മാസം, അതായത് ഇന്ന് മുതൽ 16-ാം തീയതി വരെ 30 ദിവസം നീളുന്ന മറ്റൊരു അതികഠിനമായ പരിശീലന ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ അയക്കാനുള്ള നീക്കത്തിലായിരുന്നു മേലധികാരികൾ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഓർഡറും പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതികഠിനമായ ഒരു പരിശീലന ക്യാമ്പ് ആണ്. അതായത് രാത്രി പോലും ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള കഠിനമായ പരിശീലനമാണ് ഇവിടെ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് വിനീത് ആത്മഹത്യ ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. അദ്ദേഹം ലോങ് ലീവിന് ഭാര്യയെ പരിചരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ലീവിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഈ അപേക്ഷ ഒന്നും തന്നെ പരിഗണിച്ചിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം പരിശീലനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് അദ്ദേഹത്തെ കൊണ്ട് കഠിനമായ പരിശീലനം നൽകിയിരുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രയാസം അദ്ദേഹത്തിന് മാനസികമായും ശാരീരികമായും തന്നെ ഉണ്ടാക്കിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇതിന്റെ കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ജന്മനാടായ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദേവിക. ശരി, മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.